ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ സൂര്യനൊക്കെ ഉദിച്ച് തുടങ്ങി. അപ്പോൾ ഇപ്പം നോമ്പിൻ്റെ സമയം കൊണ്ട് നമുക്ക് കാലത്ത് തന്നെ ഇറങ്ങിയാലോ പണികളൊക്കെ തോട്ടത്തിലെ പണികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണിക്കായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അഗ്ലോണിമ ചെടികളുടെ മേത്തേക്കാണ് ഇപ്പോൾ വെയിൽ നന്നായിട്ട് കൊള്ളുന്നത്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണല്ലോ. അപ്പം ഇതിൻ്റെ മേത്തേക്ക് മുഴുവൻ വെയിലടിച്ചിട്ട് കണ്ട ഇലകളൊക്കെ ഇങ്ങനെ സൺബേണേറ്റ് നശിച്ചു തുടങ്ങി. അപ്പം നമുക്കിനി ഇത് ഇവിടെ നിന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ചില പോട്ടുകളൊക്കെ നന്നായിട്ട് തിങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് റീപോർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കെയറിനെ കുറിച്ചും പ്രൊപ്പഗേഷനെ കുറിച്ചും റീപോർട്ടിങ്ങിനെ കുറിച്ചും കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഈ സൺബേണേറ്റിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ചീത്തയായി തുടങ്ങിയേക്കുന്നത്. ഇത് നല്ല തണൽ ആവശ്യമുള്ള ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാനിതിപ്പോൾ നന്നായിട്ട് ബുഷി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റീപോർട്ടും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വന്നതൊക്കെ കണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പൂവിടുന്നത് ഇപ്പോൾ ഈ പ്ലാന്റ്സിന് അത്ര നല്ലതല്ല. നമ്മൾ കാണുമ്പോൾ ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. സൈഡൊക്കെ ഇലകളൊക്കെ കണ്ട ഒന്ന് ഇത് ഫംഗസ് അല്ല, അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് നമുക്ക് റീപോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലെ പൂവുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പൂവ് നിർത്താൻ പാടില്ല. പൂ വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര വലിയൊരു പോട്ടാണ് എടുക്കണത്. ഈ പോട്ടിലേക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബുഷി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇച്ചിരി വലിയ പോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കണ പോട്ടി മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൃഷിക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടേക്കണ മണ്ണാണ്. എല്ലാ വളങ്ങളും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടേക്കണ മണ്ണാണ് നമ്മൾ ഇതിന് ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ കല്ലിടണം എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഗ്ലോണിമ ചെടികൾക്ക് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല നീർവാഴ്ച ഉണ്ടായിക്കോളും. പിന്നെ വേരുകൾ വന്ന് അടയുമില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ തന്നെയുണ്ട്. ഞാനിത് സ്പ്ലിറ്റ് ചെയ്യണില്ല. അപ്പം നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിത് സ്പ്ലിറ്റ് ചെയ്യാണ്ട് ഒരുമിച്ച് തന്നെ അതിലേക്ക് ഇറക്കി വെക്കണം ചെയ്യാം. എനിക്ക് ഇങ്ങനെ ബുഷിയായിട്ട് കാണാനാണ് ഇഷ്ടം. അപ്പോൾ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് അങ്ങനെ എടുത്ത് ആ ചട്ടിയിലോട്ട് പ്ലാന്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അങ്ങനെ തന്നെ നിർത്തി കൊടുക്കാം. നമ്മൾ ഒരിക്കലും വെള്ളം കെട്ടി നിർത്തരുത്. വെള്ളം ആവശ്യത്തിന് മാത്രം. സോയിൽ ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് എടുക്കാനായിട്ട് പല പല വഴികളുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലൂടെ പറഞ്ഞു പോവാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാലേ ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ എളുപ്പം കഴിയും കേട്ടോ. അധികം കെയറിങ് ഒന്നും വേണ്ട. വെള്ളത്തിൻ്റെ കാര്യം മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളെ ചെടി പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഞാൻ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു ലീഫ് കുത്തിവെച്ച് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു തൈയാണിത് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. നമ്മളെ ഈ സോയിൽ സാധാ ഗാർഡൻ സോയിലായാലും മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറായാലും മതി. ഇപ്പം ഞാൻ ചകിരിച്ചോറില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സാധാ സോയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ലീഫ് എടുത്തിട്ട് ലീഫിൻ്റെ വേണമെങ്കിൽ നമുക്ക് അടിഭാഗം കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. അങ്ങനെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല തണലത്ത് വെക്കണം കേട്ടോ. തണലത്ത് വെച്ചാൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ. അപ്പോൾ തണലത്ത് കൊണ്ടുവെക്കാം. തണലത്ത് കൊണ്ടുവച്ച് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്ലാന്റാണ് ഇത്. അപ്പോൾ നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചാലും ഇതിൽ വേരുകൾ വരും.
അങ്ങനെ നമുക്ക് ഇത് അടുത്ത പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഓരോ നോഡ് കാണാം. ഈ തയ്യുമ്മ ഓരോ നോഡ് കാണാം. ആ നോഡിൻ്റെ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ആ കാണുന്ന തൈ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മണ്ണിൽ കൊണ്ട് കുത്തുകയാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് പിടിച്ച് കിട്ടും, അടുത്ത തൈയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ പീസ് നമ്മൾ വെട്ടുന്നതനുസരിച്ച് വലിപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓരോ നോടനുസരിച്ച് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ പ്ലാന്റ് കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെക്കണമെന്നുള്ളൂ. ഇതിലും ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ആവശ്യത്തിനുള്ള ചകിരിച്ചോറിൽ നമ്മൾ നനവ് കൊടുത്തിട്ട് നമ്മൾ ഈ തണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചകിരിച്ചോറ് ഇടാം. ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ണുള്ളതിൻ്റെ പേരിൽ ഞാൻ ചെയ്ത് കാണിച്ച് തരുന്നതാണ്. ചകിരിച്ചോറിൽ ഇത്രയും കൂടി എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും, മണ്ണിന് എളുപ്പത്തിൽ ഇട്ടാൽ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോണ്ടല്ലോ നമ്മൾ എപ്പോഴും സാഫ് പുരട്ടണം നല്ലതായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ സാഫ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനിത് പുരട്ടിയിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ സാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റെമ്മുമ്മലും നമ്മൾ സാഫ് പുരട്ടി കൊടുത്തോട്ടോ. ഇപ്പോൾ ഈ വെക്കണ നമ്മൾ പാത്രത്തിൽ വെക്കണ സ്റ്റെമ്മുമ്മലും സാഫ് പുരട്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മറ്റൊരു മെത്തേഡ് ഉണ്ട് ഈ പറയണത്. ഇതുപോലെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. സ്റ്റെമ്മ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പുതിയ പുതിയ ചെനപ്പുകൾ അടിയിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരും. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സാഫ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിൽ കൂടെ നിലത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇതിൻ്റെ കട തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഇതിൽ നിന്ന് വേറെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 2 സ്റ്റെമ്മ് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ ബുഷിയാവാതെ നിൽക്കും. പിന്നെ ചില പ്ലാന്റ് അഗ്ലോണിമ പ്ലാന്റുകൾ ഇങ്ങനെ തരത്തിൽ വരുന്നതുണ്ട് കേട്ടോ, നന്നായിട്ട് നീണ്ടു പോണ തരത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഇങ്ങനെ നീണ്ടു പോവുള്ളൂ, വേറെ ചെനപ്പുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു മെത്തിപ്പെട്ടതാണ് ഈ അഗ്ലോണിമ പ്ലാന്റ് കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാ പോട്ടിങ്ങും കഴിഞ്ഞ് നമ്മൾ പോർച്ചിലാണ് കൊണ്ട് വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരാഴ്ച വെയിലത്ത് ജസ്റ്റ് ഷെയ്ഡിൽ തന്നെയാണ് വെക്കണത്. എന്നാലും നമുക്ക് വേറെ എവിടേക്കും മാറ്റാൻ പറ്റില്ല. നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് നമ്മൾ അതിന് പാകത്ത ചെറിയ ചട്ടി തന്നെയാണ് വെച്ചേക്കണത്. നമുക്കത് പ്ലാന്റിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് പിന്നീട് മാറ്റി കൊടുക്കാമല്ലോ.